Hi dears, welcome back to Jufix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ റഷ്യൻ ലാംഗ്വേജിലുള്ള MA പ്രോഗ്രാമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്, ഒന്ന് നോക്കാം. ഇതൊരു 72 ക്രെഡിറ്റ്സിൻ്റെ ഒരു പ്രോഗ്രാമാണ്. 2 ഇയർ കൂടിയിട്ട് നിങ്ങൾക്ക് 72 ക്രെഡിറ്റ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ഇഗ്നോ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്, റഷ്യൻ ഭാഷ നന്നായി സംസാരിക്കുക, റഷ്യൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും തിരിച്ചും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പഠിക്കുക, അതുപോലെ തന്നെ റഷ്യൻ സംസ്കാരം, വ്യാകരണം, ഫോണറ്റിക്സ്, ബിസിനസ് റഷ്യൻ, അതുപോലെ തന്നെ സാഹിത്യം, ആഗോളം, ഇത്തരത്തിലുള്ള റഷ്യയുമായി ബന്ധപ്പെട്ട് റഷ്യൻ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് അതിലുള്ളൊരു റിസർച്ചാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇതൊരു 2 ഇയർ പ്രോഗ്രാമാണ്. ഇതൊരു 2 ഇയർ PG പ്രോഗ്രാമാണ്. ബാച്ച് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ജനുവരിയിലും ജൂലൈയിലും എന്ത് ചെയ്യാം, എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ എക്സിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PG ഡിപ്ലോമ കിട്ടും. 36 ക്രെഡിറ്റിൻ്റെ ഒരു PG ഡിപ്ലോമ കിട്ടുന്നതാണ്. നിങ്ങൾ 2 ഇയർ കംപ്ലീറ്റ് ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഇയറിൻ്റെ ഒരു റഷ്യൻ ലാംഗ്വേജിലുള്ള ഒരു PG നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ പഠിക്കാനുള്ള സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഇത് കാണിക്കുന്നത്. ഇതൊരു ഇയർ വൈസ് പ്രോഗ്രാമാണ്. ഇയറിലാണ് എക്സാം എഴുതേണ്ടത്, ഇയറിലാണ് റീ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് മാക്സിമം യൂണിവേഴ്സിറ്റി തരുന്ന വാലിഡിറ്റി 4 ഇയർ ആണ്. ഫസ്റ്റ് ഇയറിൽ ഇത്രയും 5 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് ഒരു പ്രൊജക്റ്റ് വർക്ക് അടക്കം നിങ്ങൾക്ക് 2, 4, 6, 7 സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതിലൊരു സബ്ജക്റ്റാണ് പ്രൊജക്റ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് എക്സാമിൻ്റെ സമയത്താണ്. ഏകദേശം 3rd സെമ്മോട് കൂടിയിട്ടാണ് അത് രജിസ്റ്റർ ചെയ്യേണ്ടത്. കോഴ്സിൻ്റെ കാലാവധിക്ക് മുന്നായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഫീനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫീ എന്ന് പറയുന്നത് 7000 രൂപയാണ്. 7000 രൂപയാണ് എന്ത് വരുന്നത്, നിങ്ങൾക്ക് ഫീ വരുന്നത്. അതിൻ്റെ കൂടെ രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും ഉണ്ടായിരിക്കും. അങ്ങനെ 7700 രൂപയാണ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് അടയ്ക്കേണ്ടത്. സെക്കൻഡ് ഇയറിൽ 7000 രൂപ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. ഇതിൻ്റെ എക്സാം ഫീസ് സെപ്പറേറ്റ് ആണ്. എക്സാം ഫീസ് വരുന്നത് 200 രൂപയാണ്. പ്രൊജക്റ്റിൻ്റെ ഫീസ് വരുന്നത് ഏകദേശം 400 രൂപയാണ്. ഓരോ ഇയറിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതിൻ്റെ എലിജിബിലിറ്റി, കോഴ്സ് എടുക്കാനുള്ള നിങ്ങളുടെ യോഗ്യത എന്ന് പറയുന്നത് BA ഇൻ റഷ്യൻ ഓർ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് അഡ്വാൻസ് ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് ഇൻ റഷ്യൻ. നിങ്ങൾക്ക് BA ബാച്ചിലർ ഓഫ് ഡിഗ്രി നിങ്ങൾക്ക് റഷ്യൻ ലാംഗ്വേജിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എലിജിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി, പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ടായിരിക്കണം. റഷ്യൻ ലാംഗ്വേജിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സോ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സോ ഉണ്ടായിരിക്കണം. അവർക്ക് മാത്രമേ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മീഡിയം ഇംഗ്ലീഷിലാണ്. ഇതിൻ്റെ കാര്യം പഠിക്കുന്നത് ഇംഗ്ലീഷിലാണ്, റഷ്യൻ ലാംഗ്വേജിലല്ല. ഇംഗ്ലീഷിലാണ് റഷ്യൻ ലാംഗ്വേജ് പഠിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കാം. അതുപോലെ ഇത് ഏതൊക്കെ റീജിയൻ സെൻറ്ററിലുണ്ട്. കൊച്ചിൻ റീജിയൻ സെൻറ്ററിൽ നമുക്ക് അവൈലബിൾ ആണ്. കൊച്ചിനിൽ ഒരൊറ്റ സെൻറ്റർ മാത്രമാണ്, അത് കല്ലൂരിലുള്ള ഇഗ്നോ റീജിയൻ സെൻറ്ററിൽ മാത്രമാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇനി നമുക്ക് ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററാണ് ഇതിൻ്റെ സെൻറ്ററായിട്ട് വരുന്നത്. ഓക്കെ, ഇനി വടകര ഭാഗത്ത് നമുക്ക് അവൈലബിലിറ്റി ഉണ്ടോ നോക്കാം. വടകര റീജിയൻ സെൻറ്റർ. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഈ 3 റീജിയൻ സെൻറ്റർ, വടകര, ട്രിവാൻഡ്രം, അതുപോലെ തന്നെ കൊച്ചിൻ, ഈ 3 റീജിയൻ സെൻറ്ററുകളിലാണ് ഈ ഒരു കോഴ്സിൻ്റെ അവൈലബിലിറ്റി ഉള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇതിന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. ഇയർലി ഇപ്പോൾ എത്ര സബ്ജക്റ്റ് ഉണ്ട്? ഫസ്റ്റ് ഇയർ 5 സബ്ജക്റ്റും സെക്കൻഡ് ഇയർ 7 സബ്ജക്റ്റും ഉണ്ട്. അപ്പോൾ 7ൽ 1 പ്രൊജക്റ്റാണ്. അതിൽ 6 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു.